ഒരു വിട്ടുവീഴ്ചയുമില്ല. തോക്കിൻ മുന്നിൽ നിർത്തി വർഷങ്ങളോളം ഭരിച്ച പാക് സാമ്രാജ്യത്തിന്റെ മുഖത്ത് നോക്കി ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി വിളിച്ചു പറയുകയാണ്, ഞങ്ങൾ പാകിസ്ഥാന്റെ അടിമകളല്ല, നിങ്ങളുടെ റേഷൻ തന്നില്ല എങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലേക്ക് അതിർത്തി തുറക്കും. അതെ, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ POKയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ ഇസ്ലാമാബാദിന്റെയും പാക് മിലിറ്ററിയുടെയും നെഞ്ചിടിപ്പ് ഇരട്ടിക്കുകയാണ്. പട്ടിണിക്കിട്ട് തോൽപ്പിക്കാൻ നോക്കിയ പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഇന്ത്യയെ കാണിച്ച് കട്ടയ്ക്ക് മറുപടി നൽകുകയാണ് റവാലക്കോട്ടിലെ ജനങ്ങൾ. ഇത് വെറും ഒരു ഭക്ഷ്യക്ഷാമത്തിനെതിരെയുള്ള സമരമല്ല, മറിച്ച് കാലങ്ങളായിട്ട് പാകിസ്ഥാൻ കെട്ടിപ്പൊക്കിയ വ്യാജ നെറേറ്റീവുകളുടെ പൂർണ്ണമായ തകർച്ചയാണ്. എന്താണ് ജമ്മു കാശ്മീർ അതിർത്തിയിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാനെ പൂർണ്ണമായി തള്ളിക്കൊണ്ട് ഇന്ത്യയിലേക്ക് തിരിയുമെന്ന കടുത്ത വാർണിംഗുമായി POK ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? വിശദമായിട്ട് നോക്കാം. സംഭവം നടക്കുന്നത് ലൈൻ ഓഫ് കൺട്രോളിന് തൊട്ടടുത്തുള്ള റവാലക്കോട്ടിലാണ്. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ സമരം ഇപ്പോൾ 3 ആഴ്ച പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം റവാലക്കോട്ടിലെ ഈദ്ഗാ മൈതാനത്ത് 10,000-കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും സമര നേതാവുമായ സർദാർ അമൻ ഖാൻ പറഞ്ഞ വാക്കുകൾ പാക് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്നതാണ്. POK പാകിസ്ഥാന്റെ വകയല്ല, ഞങ്ങൾക്ക് പാകിസ്ഥാന്റെ ഒരു സഹായവും വേണ്ട, മറിച്ച് പാകിസ്ഥാനാണ് ഞങ്ങളെ കൊണ്ട് ആവശ്യമുള്ളത്. അക്ഷരാർത്ഥത്തിൽ പാക് ഭരണകൂടത്തിന്റെ കരണ തടിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ മാസ് ഡയലോഗ്. പാകിസ്ഥാൻ സൈന്യത്തോടും ഭരണാധികാരികളോടും രാജ്യം വിട്ടുപോകാൻ വരെ ജനങ്ങൾ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ഈ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ പാക് സർക്കാർ പ്രയോഗിച്ച ഏറ്റവും ക്രൂരമായ ആയുധം എന്താണെന്നറിയാമോ? ഫുഡ് ബ്ലോക്കേഡ്. സമരക്കാരെ പട്ടിണിക്കിട്ട് തോൽപ്പിക്കാനായി ഈ മേഖലയിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങളും ഗോതമ്പും മരുന്നുകളും പാക് അധികാരികൾ ബോധപൂർവം തടഞ്ഞു വച്ചിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഈ കളിക്ക് അതിലും വലിയ പണി കൊണ്ടാണ് സമരക്കാർ ഇപ്പോൾ തിരിച്ചടിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് റേഷൻ തരുന്നില്ലെങ്കിൽ വേണ്ട, ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കുള്ള പഴയ ട്രേഡ് റൂട്ട്സ് ഞങ്ങൾ തുറക്കും. ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം തേടേണ്ടി വരും. ആ വഴി തുറന്നാൽ പിന്നെ ഞങ്ങളെ കൂടെ നിർത്താൻ ഇസ്ലാമാബാദ് ഞങ്ങളുടെ കാല് പിടിക്കേണ്ടി വരുമെന്നാണ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത് പാകിസ്ഥാൻ മിലിറ്ററിയെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഈ സമരത്തിന്റെ തുടക്കം വെറും സാമ്പത്തിക ആവശ്യങ്ങളിൽ നിന്നായിരുന്നു. കടുത്ത വിലക്കയറ്റം, വൈദ്യുതി ചാർജ് വർധനവ്, മാഫിയകൾ നടത്തുന്ന ഗോതമ്പ് കടത്ത് എന്നിവയ്ക്കെതിരെയാണ് ജനങ്ങൾ ആദ്യം തെരുവിലിറങ്ങിയത്. ഒപ്പം വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അഭയാർത്ഥികൾക്കായിട്ട് 12 സീറ്റുകൾ മാറ്റിവെക്കുന്നതിനെയും ഇവർ എതിർത്തു. എന്നാൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റെ നിർദ്ദേശപ്രകാരം പാക് റേഞ്ചേഴ്സ് എന്ന പാരാമിലിറ്ററി ഫോഴ്സിനെ ഇറക്കി ജനങ്ങളെ മൃഗീയമായിട്ട് അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിച്ചത്. ഈ പോലീസ് നരനായാട്ടിൽ ഇതുവരെ കുട്ടികളും ഗർഭിണികളും അടക്കം 58-ലധികം പേർ കൊല്ലപ്പെടുകയും 1000-ലധികം പേരെ കാണാതാവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ. സമരസംഘടനയായ JAACയെ പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു. ഇന്റർനെറ്റ് പൂർണ്ണമായിട്ട് കട്ട് ചെയ്തു. എന്നാൽ ഇതുകൊണ്ടൊന്നും ജനങ്ങൾ പിന്മാറിയില്ല. ഇവിടെ പട്ടാള നിയമം നടപ്പില്ല, ഒരു ഡിക്റ്റേറ്ററെയും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് ജനങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. POKയിൽ നടക്കുന്ന ഈ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയത് POKയിൽ നടക്കുന്നത് കടുത്ത പോലീസ് ക്രൂരതയാണ് എന്നും നിരപരാധികളെ പാക് സൈന്യം കൊന്നൊടുക്കുകയാണ് എന്നുമാണ്. ഇതിന് പാകിസ്ഥാനെ ആഗോള സമൂഹം വിചാരണ ചെയ്യണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. തങ്ങളുടെ പരാജയങ്ങൾ ഒളിച്ചുവെക്കാൻ പാകിസ്ഥാൻ വ്യാജ വീഡിയോകളും ഫേക്ക് ന്യൂസുകളും പ്രചരിപ്പിക്കുകയാണ് എന്നും ഇന്ത്യ തുറന്നടിച്ചു. ഒരു വശത്ത് ഇന്ത്യൻ കശ്മീരിൽ വലിയ തോതിലുള്ള വികസനങ്ങളും സമാധാനവും പുരോഗതിയും നടക്കുമ്പോൾ, മറുവശത്ത് പാകിസ്ഥാന്റെ അധീനതയിലുള്ള കശ്മീർ ജനത പട്ടിണിയും മിലിറ്ററിയുടെ ക്രൂരതയും മാത്രമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാകിസ്ഥാനല്ല, ഞങ്ങൾക്ക് ഇന്ത്യയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ ധൈര്യം കാണിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.